ഞങ്ങൾ ഫാമിലിയുടെ അവിടെ നിന്ന് നേരെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് അങ്ങനെ അൽഷിഫൻ്റെ അവിടേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി മറന്നിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് നിന്നാണ് കേട്ടോ ഫ്രൂട്ട്സ് വാങ്ങിച്ച്. അപ്പോൾ അമ്മ അവിടെ എന്തൊക്കെ ഫ്രൂട്ട്സൊക്കെ വാങ്ങുന്നുണ്ട്. ഇത് അൽഷിഫ ഹോസ്പിറ്റലിലാണ് കേട്ടോ പ്രസവിച്ചെടുക്കണത്. എൻ്റെ ചെറിയ അനിയത്തിയുടെ നാത്തൂനാണ് കേട്ടോ പ്രസവിച്ചിട്ടുള്ളത്. അവൾക്ക് ഒരു നാത്തൂൻ മാത്രം തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഓളെ ഹസ്ബൻഡ് മാത്രം തന്നെ ഉള്ളൂ. അവിടെ 2 മക്കളാണ് കേട്ടോ. അപ്പോൾ അവർ ഗൾഫിൽ ദുബായിലാണ്. അവളിപ്പോൾ പ്രസവത്തിനായിട്ട് നാട്ടിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കൈച്ചെയിന് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അവൾക്ക് അങ്ങനെ ബിസിനസ് ഉണ്ട് റോസ് ഗോൾഡിൻ്റെ. അപ്പോൾ ഞാൻ സ്റ്റാറ്റസ് ഇടലൊക്കെ ഉണ്ട്. എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അല്ല എൻ്റെ സ്റ്റാറ്റസ് കാണുന്നവർക്കൊക്കെ അറിയും. ചിലവരെയൊക്കെ വിചാരം അത് എൻ്റെ ബിസിനസ്സാണ്. എൻ്റെതല്ല കേട്ടോ, എൻ്റെ കൂട്ടുകാരത്തിൻ്റെതാണ്. ഓളെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് എൻ്റെ അനിയത്തിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പറഞ്ഞു. എനിക്കാണെങ്കിൽ അത് അത്രക്കാണ്ട് ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നില്ല. കാക്കാക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ എൻ്റെ അനിയത്തിക്ക് അവളുടെ അടുത്തുനിന്ന് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അവൾക്ക് കൊടുത്തു. ഇനി എനിക്ക് വേറെ ഓർഡർ ചെയ്യണം. അപ്പോൾ നമ്മൾ ചായ കുടിച്ചത് മൗലാനൻ്റെ ക്യാൻറ്റീനിൽ നിന്നാണ് കേട്ടോ. ഉമ്മാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോള് അവിടെ മൗലാനയിലും കിടക്കുന്നുണ്ട്. അപ്പോൾ അവരെ കാണാനും നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഉമ്മ കൊടക്കാടും മോളും കൊടക്കാടും മറ്റേ അനിയത്തി നാട്ടിലിങ്ങി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയ അനിയത്തിൻ്റെ നാത്തൂനാണല്ലോ പ്രസവിച്ചെടുക്കണം. അവൾ രാവിലെ പോയതാണ് കേട്ടോ. ഹോസ്പിറ്റലിലുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ. അതിനുശേഷം പിന്നെ ഓള് ഞങ്ങളെ കൂടെ വന്നിട്ടില്ല കേട്ടോ. ഓള് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ പോന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ മിഞ്ഞാന്നത്തെ വീഡിയോ ഉണ്ടോ. മിഞ്ഞാൻ നല്ല അടിപൊളി കുഞ്ഞമത്തി മുളകിലിട്ടുണ്ടായിരുന്നു. അതും ചപ്പാത്തിയും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പണ്ടൊരു ഹോട്ടലിൽ ഞങ്ങൾ പൊറോട്ട വാങ്ങുമ്പോൾ അവിടുന്ന് ഇങ്ങനെ തേങ്ങ അരക്കാതെ ഈ മത്തി ഇട്ടിട്ട് ഒരു കറി ഇട്ടു കേട്ടോ. എന്തോരു ടേസ്റ്റാണ് കറി. അതും പൊറോട്ടയും കൂടെ കുഞ്ഞമത്തി ഇട്ടിട്ടൊരു കറി ഇരുന്നു കേട്ടോ. എന്നും ആ ഹോട്ടലിൽ ആ ഒരു കറി ഉണ്ടാവുക. ആ കറിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതായത് കുറുക്കൊന്നും വല്ലാതെ ഉണ്ടാവില്ല കേട്ടോ. ആ കറി ഇങ്ങനെ പിന്നെ മത്തി ഇങ്ങനെ തേങ്ങ നിരക്കാതെ മുളകിലിട്ടിട്ടുണ്ടാവും. അപ്പോൾ അതായിക്ക് പൂള വീങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പൂള ഞാൻ വിചാരിച്ച പോലെ അല്ലായിരുന്നു. എന്താ അറിയില്ല, ആ പൂള വല്ലാതെ അങ്ങോട്ട് വേവണുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ 3-4 വിസിലടുപ്പിച്ച് അങ്ങനെ പിന്നെ ആവിയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെന്താ അറിയുന്നൂടാ, അതിങ്ങോട്ട് വെന്ത് കിട്ടിയിരുന്നില്ല കേട്ടോ. ഞാൻ കഷ്ടപ്പെട്ടാണ് അത് കഴിച്ചത്. അത് ഉടച്ചെടുക്കാനിങ്ങനെ നല്ല കഷ്ടപ്പെടേണ്ടിയിരുന്നു. അപ്പോൾ കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കറി വെച്ചതൊക്കെ പൂള ഇങ്ങനെ ആയതുകൊണ്ട് എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്ക് കുറേ ദിവസമായിട്ടോ ഇതേപോലെ മത്തി മുളകിലിട്ടതും പൂളിയും കൂടെ കഴിക്കാനൊരാഗ്രഹം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.